ദാ ഇപ്പോൾ ഒരു പ്രൊമോ വന്നിട്ടുണ്ട് കേട്ടോ. എല്ലാവരും കൂടി ആ പാവ അനുമോളെ വളഞ്ഞിട്ട് ആക്രമിക്കുകയാണ് കേട്ടോ. ഇത്രയും നാൾ നെവിനെ മാത്രം അനുമോൾക്ക് സഹിച്ചാൽ മതിയായിരുന്നു. അതൊരു സമയമായപ്പം അത് കോംപ്രമൈസ് ആയി. ദാ ഇപ്പോൾ പുറത്തുനിന്ന് കയറി വന്ന എല്ലാത്തിനെയും സഹിക്കേണ്ട ഒരു 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 അവസ്ഥ വന്നിരിക്കുകയാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ അനുമോളെ സമ്മതിക്കണം. ഇത്രയും പേരുടെ കൂടെ ഇങ്ങനെ പിടിച്ച് നിൽക്കണമെങ്കിൽ സമ്മതിക്കണം. ഇപ്പോൾ അനുമോൾ കരയുന്ന ഓടിയില്ല. ഉള്ള സീസൺ വെച്ച് നോക്കുമ്പം ലാസ്റ്റ് പുറത്ത് പോയ എല്ലാവരും തിരിച്ചു വരുമ്പോൾ അവരെല്ലാവരും കൂടി ഭയങ്കര ഹാപ്പി ആയിട്ട് പൊയ്ക്കൊണ്ടിരുന്ന സീസണുകളാണ് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇപ്പോൾ വന്നേക്കുന്നത് തന്നെ ഈ ബിൻസിയും ശൈത്യയൊക്കെ വന്നേക്കുന്നത് തന്നെ അനുവിനോട് വഴക്കുണ്ടാക്കാൻ വന്ന പോലെയാണ് കേട്ടോ. ഇത്രയും ദിവസം കൂടി നടന്ന ആദിലയും നൂറയും ഒറ്റയടിക്ക് പിന്മാറി. അവരിപ്പം ഫുൾ ടൈം ബാക്കിയുള്ള ശൈത്യയുടെ ഒപ്പവും ബിൻസിയുടെ ഒപ്പം അതുപോലെ തന്നെ കലാഭവൻ സരിക എന്തോ വിശ്വസിക്കാൻ കൊള്ളാത്ത പോലെ കേട്ടോ. ഇത്രയും ദിവസം നിന്നിട്ട് പെട്ടെന്ന് ഒരു ദിവസം ബാക്കിയുള്ളവരെ കണ്ടപ്പോൾ അവരുടെ കൂടെ അങ്ങ് പോവുകയാണ്. അനുമോളിപ്പോൾ ശരിക്കും ഒറ്റയ്ക്കാണ്. ശൈത്യ എന്ന് വെച്ചാൽ അമ്മാതിരി കട്ടപ്പാന്ന് പറഞ്ഞാലും പോരാ, അതുക്കും മേലെയാണ് ശൈത്യം. അനുമോള് പെർഫെക്റ്റ് ആണെന്നൊന്നും പറയുന്നില്ല. പക്ഷേ എന്നിരുന്നാലും ഇങ്ങനെ എല്ലാവരും കൂടി ഇങ്ങനെ പറഞ്ഞ് ആക്രമിക്കുന്നത് ഒന്നും ശരിയല്ല എന്ന് തോന്നുന്നുണ്ട്. ഇപ്പോൾ പ്രൊമോയിൽ കാണിക്കുമ്പോൾ ബിൻസിയും അപ്പാനിയും കൂടെയൊക്കെ ഇരുന്നിട്ട് പറയുന്നുണ്ട്, നീ എന്തിനാ അനീഷിനോട് അങ്ങനെ എന്നൊക്കെ വിളിച്ചില്ലേ, അതൊക്കെ ഓവർ ആയിരുന്നില്ലേ എന്ന് പറയുമ്പോൾ അനുമോൾ പറയുന്നു ഞാൻ തമാശയ്ക്ക്. അപ്പോൾ പെട്ടെന്ന് അപ്പാനി ശരത്ത് തമാശയ്ക്കടി എന്ന് പറഞ്ഞിട്ട് തമാശയ്ക്കാണോ നീ ഇതൊക്കെ കാണിച്ചത് എന്ന് പറയുന്നു. അനുമോൾ പറയുന്നത് കാണിക്കുന്നുണ്ട്, നീയും അപ്പാനിയും കൂടെ ഇവിടെ കൈയൊക്കെ പിടിച്ചിങ്ങനെ ഇരുന്നുണ്ട്. അപ്പോൾ അക്ബർ പറയുന്നു കൈ പിടിച്ചിരുന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അതിൻ്റെ ഇടയ്ക്ക് ആദ്യം വന്ന് പറയുന്നുണ്ട്, ഇങ്ങനെ പറയാമെന്ന് വിചാരിച്ചില്ല, നീ നുണച്ചിയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ദേഷിച്ചിരിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. അനുമോൾക്കാണെങ്കിൽ നുണച്ചിന്ന് വിളിക്കുന്ന ഒട്ടും ഇഷ്ടമല്ല നമ്മൾ ഒരുപാട് വട്ടം പറഞ്ഞിട്ടുള്ളതുമാണ്. പക്ഷേ എല്ലാവരും കൂടി ഈ പുറത്ത് പോയ ആർക്കും അനുമോൾ ജയിക്കുന്നത് ഇഷ്ടമല്ല. അനുമോൾ പൈസ കൊടുത്തിട്ടാണ്, എന്താ ഇവരൊന്നും PR ചെയ്തിട്ടില്ല. ഇതിനകത്ത് പോയിട്ടുള്ള എല്ലാവരും PR കൊടുത്തിട്ട് തന്നെയാണല്ലോ അതിനകത്തേക്ക് പോയിട്ടുള്ളത്. എന്നിട്ട് അനുമോൾ മാത്രം PR കൊടുത്തിട്ട് അവിടെ നിൽക്കുന്നു. എന്തുകൊണ്ട് ഇവരൊന്നും PR കൊടുത്തിട്ട് അതിനകത്ത് നിൽക്കുന്നില്ല? PR മാത്രം പോരാ, അതിനകത്ത് നല്ലപോലെ കളിക്കുന്നവരെ പ്രേക്ഷകർ വോട്ടും കൂടി ചെയ്തിട്ടാണല്ലോ അതിനകത്ത് നിർത്തിയിരിക്കുന്നത്. ബാക്കിയുള്ള ഇവരൊക്കെ എന്തുകൊണ്ട് ഔട്ടായിപ്പോയി? നീ ജെനുവിനായി നിൽക്കുക. ഈ ജെനുവിനായി നിന്ന് എല്ലാവരും എന്തുകൊണ്ട് ഔട്ടായിപ്പോയി? അനുമോൾ മാത്രം ഇപ്പോഴും അതിനകത്ത് നിൽക്കുന്നു എന്നൊന്നും ചിന്തിക്കുന്നില്ല. ആർക്കും അനുമോൾ വിൻ ചെയ്യരുത്. അനുമോൾ വിൻ ചെയ്യുവാണെങ്കിൽ 16 ലക്ഷം രൂപ കൊടുത്തിട്ട് വിൻ ചെയ്തതാണ് എന്നങ്ങ് വരുത്തി തീർക്കുവാണ് കേട്ടോ. അതിൻ്റെ പേരിലുള്ള കോലാഹലങ്ങളാണ് എല്ലാവരും കൂടി. എന്നിട്ട് ബിൻസി പറയുന്നു, നീ പറഞ്ഞ സമയത്ത് ഞാനിവിടെ ഉണ്ടായിരുന്നു, ദേഹത്ത് കൈ വെച്ചിട്ടേ ഞാനിവിടെ നിന്ന് ഇറങ്ങി പോകുകയായിരുന്നുള്ളൂ എന്നുള്ള മാസ് ഡയലോഗൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നൈറ്റാണ് ഈ സംഭവം നടക്കുന്നത്. അതാണ് പ്രൊമോയിൽ വന്നിട്ടുള്ളത്. അപ്പോൾ എന്താണ് സംഗതി എന്ന് കാത്തിരുന്ന് കാണാം. പക്ഷെ സമ്മതിക്കണം കേട്ടോ, അനുമോള് പിടിച്ചു നിൽക്കുന്നത് സമ്മതിച്ചേ പറ്റുള്ളൂ. എന്തായാലും എല്ലാവരും കൂടി ഇങ്ങനെ കൂട്ടം ചേർന്ന് ആക്രമിക്കുമ്പോഴും ആ പുള്ളിക്കാരി കരയാതെ അവിടെ പിടിച്ചു നിൽക്കുന്നുണ്ട്. അതിന് തന്നെ സമ്മതിച്ചു കൊടുത്തേ പറ്റുള്ളൂ. അതിലെ നൂറയൊക്കെ ഒരു ബെസ്റ്റായിട്ടുള്ള ഒരു ഫ്രണ്ട്സ് ആണെന്ന് തോന്നുന്നില്ല. ഇത്രയും ദിവസം കൂടെ നടന്നിട്ട് ഇപ്പോൾ പുതിയതായിട്ട് കുറച്ച് പേര് വന്നപ്പോൾ അവർ പണ്ട് ഫ്രണ്ട്സ് ആയിരുന്നായിരിക്കും അവർ പോയിട്ടുള്ളതുമാണ്. പക്ഷേ ഇപ്പോൾ ഇങ്ങനെ എന്നിട്ട് പെട്ടെന്ന് അവളെ അങ്ങ് ഇഗ്നോർ ചെയ്തിട്ട് ഇവരുടെ കൂടെ അങ്ങ് കൂടിയേക്കുവാണ്.